ഇതെന്നാട്ടാ വണ്ടി പോയ അണ്ണാനെ പോലെ. ഞാനിങ്ങനെ ആലോചിക്കല വെച്ചു. സ്കൂള് പൂട്ടി തുറക്കാനായി. യൂണിഫോം, ബാഗ്, കൊട, ബുക്ക്, വീട്ടിൻ്റെ പണിയാണ് അത് വെച്ചടക്കി. സാരില്ലട്ടാ, എല്ലാം ശരിയാവും. ശരിയാവും. ലോട്ടറി അടിക്കേണ്ടി വരും ശരിയാണെങ്കിൽ. മോൻ എന്നാ പറഞ്ഞേ? ലോട്ടറി അടിക്കണ്ടിക്കലേ ഫസ്റ്റ് ലോട്ടറി എടുക്കണം ഏട്ടാ. ഇന്നത്തെ വരെ ഒരാൾക്ക് പോലും എടുക്കാത്ത ലോട്ടറി അടിച്ചില്ല കേട്ടാ. ഇന്ന് രാവിലെ നടന്ന സംഭവം മോൻ ഓർമ്മയുണ്ടാ? ഇന്ന് രാവിലെ നടന്നേ? അത് നമ്മളിന്ന് ടൗണിൽ പോയിട്ട് വരുമ്പോൾ പമ്പിലെണ്ണ അടിക്കാൻ കഴിയും. മോനൊരു ലോട്ടറി എടുക്കാം മോനെ. വേണ്ട വേണ്ട, ഒരു സഹായല്ലേ മോനെ, ഒന്ന് എടുക്ക. വേണ്ട മോളെ ഒന്ന് പറ മോളെ ഓനോട് എടുക്കാൻ. എൻ്റെ ചേച്ചി നിങ്ങളോട് 100 പ്രാവശ്യമല്ലേ വേണ്ട വേണ്ടെന്ന് പറയുന്നത്. ഇത് നിർബന്ധിച്ചുകൊണ്ടുള്ള കാര്യമുണ്ടാ? ഒന്ന് പോവോ നിങ്ങള്? ഏട്ടൻ അവരോട് പെരുമാറിയ രീതി തീരെ ശരിയായിട്ടില്ല കേട്ടാ. അവർക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. ഈ ലോട്ടറി പണി എടുക്കുന്നവരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിഷമിക്കുന്നവരായിരിക്കൂലേ. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അധികം ഈ ലോട്ടറി പണിയും കൊണ്ട് വരുന്നുണ്ടാവും. അവർക്ക് ഇരുന്ന് കിട്ടുന്ന തുച്ഛായ ഒരു വരുമാനമായിരിക്കും. എന്നിട്ടും അവർ ആ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം അനുഭവിക്കുന്നുണ്ടല്ലേ. അന്നേരം നമ്മൾ അവരോട് ഇങ്ങനെ പെരുമാറാവുക. ലോട്ടറി എടുക്കുന്നില്ല എടുക്കണ്ട, നല്ല മര്യാദയ്ക്കൊരു വർത്തമാനം പറഞ്ഞൂടെ? അവരവരെ ജോലിയല്ലേ ചെയ്യുന്നത്. പൊതുവേ ഈ ലോട്ടറി വിൽക്കുന്നവരെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛാണ്. അത് മാറ്റണം.